അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിറുസത്വ ചങ്ങായിമാർ, ഞങ്ങളെ വലിയ ശത്രുവായിട്ട് ഷൈത്താൻ ഇബ്ലീസ് അവൻ്റെ ഒരേ ഒരു നിയത്ത് എന്തിനെങ്കിലും ഞങ്ങളെ തെറുത്തപ്പാട്ടാണ്. എങ്ങനെയെങ്കിൽ അതുക്കുള്ള നിരന്തരമായിട്ടുള്ള പ്രയത്നമായിട്ട് അവൻ ആക്കിക്കൊണ്ടുള്ളത്. അവനും ഞങ്ങളുടെ ലൈഫിൽ കടന്നു പണ്ട് കണിക്കത്തെ സ്വാധീനിക്കോവേനായിട്ട് അവൻ്റെ ബലയിൽ ഞങ്ങൾ വീട് പോലെ ആക്കുവേനായിട്ട് അവനും ഞങ്ങളുടെ ലൈഫിൽ എൻട്രി ആവുന്ന എനിക്കത്തെ 6 തെറുങ്ങുണ്ട്. ഈ 6 തെറുങ്ങ ഞങ്ങൾ ബ്ലോക്കാക്കി വെക്കുകയാണെങ്കിൽ, ജാഗ്രത ആകണമെങ്കിൽ ഞങ്ങൾ ലൈഫ് സക്സസ് ആയിട്ട് ഞങ്ങളെ ലൈഫ് മാത്രമല്ല ഞങ്ങളെ ദുനിയാവും ആഖിറവുമായിട്ട് ഇവിടെ സക്സസ് ആവുന്നത്. അതുകൊണ്ട് ചുമ്മ ജാഗ്രത ആക്കണായി കണിക്കത്ത ഒരു വിഷയമായിട്ട് ചില ആൾമാർ അല്ലെ ഞങ്ങൾ ഈ ഷൈത്താന് ഞങ്ങൾ ലൈഫിൽ എൻട്രായത്തിന് കണ്ടെങ്കിൽ പിന്നെ ഒരു സമാധാനം ഇല്ല, കുടുംബത്തിലില്ല, ഔത്തിലില്ല, ഒരു വിഷയത്തിലും പിന്നെ സമാധാനം. ചില ആൾമാർ ചൊല്ലുണ്ട് അക നിരിച്ചിട്ട് നാണ് എന്താക്കി അക ബദലാക്കി നോക്കി ലൈഫിൽ ഒരു സമാധാനം കിട്ടാണ്ടാകുമ്പോഴത്തേക്കോ അകത്ത് മാത്രം എന്തെങ്കിലും ഉപദ്രവിക്കുവാൻ ചെന്നിട്ടോ അക പോലും ചേഞ്ച് ആക്കി നോക്കി. എന്നിട്ട് പോലും ഒരു നിലക്കുള്ള സമാധാനം നെമ്മതി കുടുംബത്തിലാവട്ടെ ഔത്തിലാവട്ടെ ലൈഫിലാവട്ടെ ഇല്ലാന്ന് ചൊല്ലി എനിക്ക് താൽമർ കാണുന്നത് ഷൈത്താൻ ഇബ്ലീസായിട്ട് ഷൈത്താൻ ലൈഫിൽ എൻട്രായത്തിന് കണ്ടെങ്കിൽ പിന്നെ ഒരു സമാധാനവും ഞങ്ങൾക്ക് കിട്ടല. മഹാനായമാരായിട്ടുള്ള ഇബ്നുൽ ഖയ്യിം അടക്കമുള്ള എനിക്കത്തെ വലിയ വലിയ മഹാന്മാർ ഞങ്ങൾക്ക് പഠിപ്പാടി തന്നാൽ ഷൈത്താൻ ഇബ്ലീസിനെ നിങ്ങൾ ജാഗ്രത ആക്കുറോ. അങ്ങനെ ഞങ്ങൾ ലൈഫിൽ കടന്ന എൻട്രി ആവിടെ എനിക്കത്തെ 6 മാർഗം കൊണ്ട് അതങ്ങ് പഠിപ്പാടി തന്നാൽ അതിൽ ഒന്നാമത്തേതായിട്ട് ഷർറുൽ കുഫ്രി വശിർക്ക് ഒന്നാമതായിട്ട് ഷൈത്താന് പ്രയത്നാക്കണമെങ്കിൽ ഞങ്ങളെ തിരുത്തപ്പാട്ടുക പേനായിട്ട് ഞങ്ങളെ മുശ്രിക്കാക്കുക, ഞങ്ങളെ കാഫിറാക്കൂല്ല എനിക്കത്തെ പ്രയത്നമായിട്ട് ഒന്നാമതായിട്ട് അവൻ ആക്കരുത്. കാരണം ഞങ്ങൾ ഇസ്ലാമിൽ നിന്ന് ഞങ്ങളെ ഹിദായത്ത് നഷ്ടപ്പെട്ടതിന് കണ്ടെങ്കിൽ അതിരാണ്ട് വലിയ പരാജയം, അതിരാണ്ട് വലിയ നഷ്ട ലോകത്തിൽ വേറെ ഏതുമില്ലാണ്ടായിട്ട് അതുക്കുള്ള പ്രയത്നം. അത് ഇപ്പം എല്ലാവരും അതിൽ പെടുകൊണ്ടില്ല, ചില ആൾമാരാണ് അതിൽ പെടുത്തുക. ഇതിൻ്റെ ഞങ്ങൾ നോക്കിക്കൊണ്ടുള്ള ചില ആൾമാരല്ലേ ഇപ്പം ഞങ്ങൾ ഇത്തര സമുദായത്തെ ആൾമാരെ ഞങ്ങൾ ബഹുമാനിക്കണോ, ആരാധിക്കടേ, എന്തെല്ലാം ഉണ്ട് അതിനെ വിമർശിക്കണമോ, അതല്ലെങ്കിൽ അതിനെ കീഴാക്കണമോ, അതിനെ ഡോങ്കിയാക്കുക. പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പാടിയിട്ടില്ല, അത് തീരാണ്ടായിട്ടിക്കടെ പരിശുദ്ധമായ ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാടിയത്. ഇന്ന് എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഈ ഒരു സൗഹാർദ്ദത്തെ പേരിൽ അങ്ങ് ആചരിക്കട പോലെ ഇപ്പോൾ ഒരു ക്രിസ്മസ് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ദീപാവലി പറയുമ്പോൾ അങ്ങ് ആക്കട പോലെ ആക്കട കണിക്കത്ത് അങ്ങനെ എന്തെല്ലാം ആക്കിടാറ് അതേപോലെ കാണുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ള സൗഹാർദ്ദം ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എതിർള്ള ഒരു നല്ലതായിട്ട് കാണുക വേനായിട്ട് ഇതെല്ലാം ഇസ്ലാം പഠിപ്പാടിയിട്ടില്ല. ഈ പഠിച്ചോണ ആരാധിക്കോ വേനായിട്ട് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പാടി തന്നത് ഇത്തര സമുദായത്തെ ബഹുമാനിക്കും. അതേ സമയത്തിൽ അങ്ങ് ആക്കുമ്പോൾ അങ്ങനെ ഒരു സെലിബ്രേഷൻ ആചരണ പറയുമ്പോൾ അതേപോലെ ആക്കിട കണിക്കത്തെ അവസ്ഥ സുബ്ഹാനല്ലാഹ് ഈമാനായിട്ട് നഷ്ടപ്പെടുന്നത്, ഹിദായത്തായിട്ട് നഷ്ടപ്പെട്ടത് കൊണ്ട് ചുമ്മ ജാഗ്രത ആക്കണ കണിക്കത്തെ വിഷയമായി മാത്രമല്ല ഞങ്ങൾ ഇന്നത്തെ ന്യൂ ജനറേഷൻ, ഞങ്ങൾ ഇന്നത്തെ ബാലകർത്തിമാർ ഇന്ന് നോക്കിക്കൊണ്ടുള്ള സോഷ്യൽ മീഡിയ ആയിട്ട് ഇൻസ്റ്റവും ഫേസ്ബുക്കും യൂട്യൂബും ഇതിലായിട്ട് ആറ് നോക്കിക്കൊണ്ടും കേട്ടുകൊണ്ടും ഉള്ളത്. ഈ സമയത്തിലെല്ലാം ഞങ്ങൾ നോക്കിക്കൊണ്ടുള്ള പല നിലക്കുള്ള വീഡിയോ ക്ലാസ് അതിലെ ടൈറ്റിൽ കാണും എങ്ങനെ പഠിച്ചുകൊണ്ട് വിമർശിക്കണ എനിക്കത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കീഴാക്കണ എനിക്കത്തെ ഡോങ്കിയാക്കണ എനിക്കത്തെ ചില വീഡിയോ അതിലെ ടൈറ്റിൽ അതിൽ ആ തമ്മിലെല്ലാം കാണുമ്പോഴത്തേക്കോ ഇത് എന്തിനായിട്ട് ഒരു ക്യൂരിയോസിറ്റിയിൽ ഞങ്ങൾ ഇന്നത്തെ ബാലക്കാർ അത് നോക്കുക. നോക്കിയാൽ പിന്നെ ഷൈത്താന് ചതിക്കായിട്ട് പോലത് പിന്നെ മുത്തുനബി തങ്ങളെ വിമർശിക്കണ പോലെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കീഴാക്കണ പോലത്തെ പഠിച്ചോണ സമയത്ത് ഇല്ലാ ചൂടി എനിക്കത്തെ ഒരു യുക്തിവാദത്തുകായിട്ട് ഇണ്ട് സമുദായത്തെ പല ആൾമാർ എത്തിക്കൊണ്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ പാരൻസ്മാർ ചുമ്മ ജാഗ്രത ആക്കണം. ഞങ്ങൾക്ക് വിവരമില്ലാത്ത വിഷയം ഞങ്ങൾ കേൾക്കിട അഗത്യമില്ലല്ലേ. അങ്ങനത്തെ വീഡിയോ എന്ത് കയറ്റിക്കിട ഞങ്ങൾ നോക്കണോ, അത് ആലിമീങ്ങ നോക്കിയിട്ട് അതുക്കുള്ള മറുപടി ഉത്തരം അങ്ങ് ജവാബ് അങ്ങ് കൊടുക്കിട. ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങളെ ഈമാൻ നഷ്ടപ്പെടുന്നത് എനിക്കത്തെ ഒരു അവസ്ഥ ഞങ്ങളെ ഭാഗത്ത് ഉണ്ടാകുന്നത് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണമായ എനിക്കത്തെ ഒരു വിഷയമാണ്. അതേപോലെ എന്തെങ്കിലും വിപത്ത് പറയുമ്പോൾ, മുസീബത്ത് പറയുമ്പോൾ, അല്ലെ ലൈഫിൽ എന്തെങ്കിലും ഒരു പരീക്ഷണ പറയുമ്പോഴത്തേക്കോ പടച്ചോണ സമയത്ത് ഇല്ലാൻ ചൊല്ലി എനിക്കെത്തോ അവസ്ഥയ്ക്ക് ഇതെല്ലാം ഷൈത്താനായിട്ട് എത്തുക. കാരണം ഷൈത്താന്റെ ടാർഗറ്റ് എന്തിനെങ്കിൽ ഞങ്ങളെ ഹിദായത്ത്, ഞങ്ങളെ പരിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണം. അതുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾ ജാഗ്രത ആക്കി വെക്കണം. ഞാൻ ചൊല്ലി ഇങ്ങനത്തെ വിഷയമെല്ലാം വരുമ്പോഴത്തേക്കോ എത്ര ഞങ്ങൾ ജാഗ്രത ആക്കണം. ഞങ്ങളെ മക്കൾക്ക് നല്ല ദീനിയായിട്ടുള്ള വിദ്യാഭ്യാസം ഞങ്ങൾ കൊടുത്തതിന് വേണ്ടി മാത്രമായിട്ട് നാലങ്ങലൊരു മുസ്ലിമായിട്ട് ജീവിച്ചിട്ട് മുസ്ലിമായിട്ട് ആ ഒരു മരിക്കോ സാധ്യമാണ്. വിളിച്ചോ ഞങ്ങൾ ഈമാൻ സലാമത്താക്കി തരട്ടെ. ജന്നാമതായിട്ട് ഒന്നാമത്തെ അവന് കാഫിറാക്കുക മുശ്രിക്കാക്കുമായിട്ട് ഒന്നാമതായിട്ട് നോക്കുന്നത്. ഇനി അത് സാധ്യമാവില്ലെങ്കിൽ രണ്ടാമത്തെ അവൻ്റെ പ്രയത്നം എന്തിനുണ്ടെങ്കിൽ എന്താ ബിദ്അത്തായിട്ട് ഷർറുൽ ബിദ്അത്ത് അല്ലെ ബിദ്അത്ത് അങ്ങനെ ഒരു പുതിയ വാദത്തുകായിട്ട് അവൻ എത്തുപാട്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യതൂനകും മിനൽ അഹാദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു ഖിയാമത്ത് നാൾ മുട്ടാമ്പത്തുകോ നിങ്ങളെ ബാപ്പമാർ നിങ്ങളും നിങ്ങളെ ബാപ്പമാർ കേൾക്കാതെ എനിക്കത്തെ പുതിയ പുതിയ വാദവുമായിട്ട്
ಬಂಡೆ ಗಣಿಕೆ ತಾಲ್ಮ ಕಲವು ಚೊಳ್ಳೆ ಗಣಿಕೆತ್ತೆ ದಜ್ಜಾನಿಗಾಯಿಟಿಕಡೆ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് പഠിപ്പാടി തന്നത്. അപ്പോൾ അങ്ങനത്തെ ആൽമാർ അങ്ങനത്തെ മൗലവിമാരായിട്ട് ഇക്കടെ ഞങ്ങൾ കണ്ടുകൊണ്ടുള്ളത് പുതിയ പുതിയ വാദങ്ങൾ ഞങ്ങളെ ബാപ്പന്മാർ അല്ലേ നല്ല നല്ല വിഷയങ്ങൾ തവസ്സുല് ഇസ്തിഗാസ മൗലിദ് മഹാന്മാർ ഇങ്ങനെയുള്ള വിമർശിക്കണ ഗണിക്കത്തെ ഇതെല്ലാം ഒരു പുതിയ വാദമായിട്ട് എന്തെല്ലാമായിട്ട് അല്ലേ ഇപ്പം ഞങ്ങളെ മുഷ്രിക്കാക്കിയിട്ട് അങ്ങമേ കുറു 7-8 ഗ്രൂപ്പായിട്ട് പരസ്പര മുഷ്രിക്കാക്കുന്നതായിട്ട് അങ്ങനെ പരസ്പര ഗലാട്ടാക്കിക്കൊണ്ടുള്ളതായിട്ട് ഇണ്ട് കണ്ടോട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ചുമ്മ ഞങ്ങൾ എന്താക്കണം ജാഗ്രതാക്കണം ആ ഗണിക്കത്തെ വിഷയം അല്ലേ. ഞങ്ങൾ എത്രയോ ആൾമാർ മരിച്ചുപോയ ഗണിക്കത്തെ നല്ല സുന്നിയായിട്ട് മൗലീദ് ഓതിയ റാത്തീബാക്കിയ നല്ല ഇസ്തിഗാസാക്കിയ ഔലിയാക്കന്മാരെ മുട്ടപോയ ഗണിക്കത്തെ എത്ര ആൾമാർ മരിക്കുമ്പോൾ ഞങ്ങൾ നോക്കിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നിട്ടു ആ ഒരു നല്ല ആ പ്രകാശിക്കടെ പുഞ്ചിരിക്കടെ മുഖവുമായിട്ട് മരിക്കണതല്ല ഞങ്ങൾ നോക്കിയിട്ടില്ല. ഈ മനുഷ്യന്മാർ ഇങ്ങനെ മരിക്കരുത് ഈ പുതിയ പുതിയ വാദവുമായിട്ട് പണികണിക്കത്തെ ആൾമാരെ നിങ്ങൾ അത് നോക്കിയറാറച്ചു. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ചുമ്മ ജാഗ്രത അത് ഷെയ്ത്താനായിട്ടിക്കടെ എവിടത്തോളം ഒന്നെങ്കിൽ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ചങ്ങായി വലിയ ബിസിനസ് ഒരാളായിട്ടിക്കടെ അയാൾ ചൊല്ലു നാണെ ഒരു നല്ല സ്കൂളും നിരിച്ചിട്ട് എൻ്റെ മോണ്ട് എന്താക്കിയതാണ് സേർബാട്ടിയ അങ്ങനെ നോക്കിയിട്ടാകുമ്പോൾ LKG ആയിട്ട് UKG 1ാം ക്ലാസ് എത്തുമ്പോഴത്തേക്കായിട്ടിക്കടെ ഈ മോണോ പുതിയ പുതിയ വാദമല്ല ഞങ്ങൾ കേൾക്കാത്ത കണിക്കത്തെ പുതിയ പുതിയ വിഷയങ്ങൾ മൗലിദ് ഇങ്ങനത്തെ വിഷയത്തിൽ വിമർശിക്കരുത് കാണും ഞങ്ങൾക്ക് ഷോക്ക്. ഈ ചെറിയ വയസ്സിൽ എങ്ങനെ പോവാ നോക്കുമ്പോഴത്തേക്ക് ആ സ്കൂളിൽ പഠിപ്പാട്ടത് ഇതായിട്ടിക്കടെ. അപ്പോൾ ഇങ്ങനെല്ലാം ഞങ്ങളെ മക്കൾ ഇങ്ങനത്തെ സ്കൂളുകളിലൊക്കെ എടുത്തിട്ട് ആ മക്കളെ ആ ഒരു ഹിദായത്ത് നഷ്ടപ്പെടുത്താൻ എനിക്ക് എത്ര അവസ്ഥയ്ക്ക് ഞങ്ങൾ എത്തുപാടുത്തില്ല. അതുകൊണ്ട് ചുമ്മ എന്താക്കണോ ജാഗ്രത ആക്കണം. കാരണം എന്താ ഇല്ലേ പിന്നൊക്കെ ഏതൊക്കെ ഇൻ്റെ ഞങ്ങൾ എന്തെങ്കിലും നല്ലത് വിചാരിച്ചിട്ടുന്നതിന് കണ്ടെങ്കിലും നാളെ അത് ഞങ്ങളെ വലിയ മുസീബത്തുക വലിയ ദുഃഖത്തുക വലിയ ബേജാറുകായിട്ട് ഇവിടെ എത്തുപാട്. അതുകൊണ്ട് ചുമ്മ അത് ഷെയ്ത്താനായിട്ടിക്കടെ ഷെയ്ത്താൻ്റെ ഓരോ ഞങ്ങളെ തിരുത്തപ്പാടുകളുടെ ഒരു കുതന്ത്രമായിട്ട് ഞങ്ങൾ എല്ലാവരും അർത്ഥാക്കണം. മൂന്നാമത്തേത് എന്തിനുണ്ടെങ്കിൽ അൽ ഖബായിർ വലിയ വലിയ ദോഷം കൊണ്ടല്ലേ അതിരാക്കുപാട്ട് വ്യഭിചരിക്കരുത് കൊല്ലൊടുതു കല്ല് കുടിക്കരുത് ഈ മാട്ടാക്കരുത് ഇതെല്ലാം വലിയ വലിയ തപ്പുങ്ങായിട്ടിക്കടെ ഇതൊക്കെ ഞങ്ങൾ എത്തുപാട്ട് കണിക്കത്ത അവസ്ഥയുണ്ട്. മാട്ടായിട്ടിക്കടെ യാറെ കണ്ടോണ്ടില്ല നാണിപ്പോൾ സാധാരണമായിട്ട് എൻ്റെ വിഷയം മുട്ട വന്നുകൊണ്ടില്ല പ്രോബ്ലംസ് അല്ലേ യാറെ ചൊല്ലത് ഈ മാട്ടത്തെ വിഷയമായിട്ടിക്കടെ എങ്ങനെയെങ്കിലും അല്ലെ അസൂയ നെഞ്ചിൽ മാട്ടാക്കിയിട്ട് അവൻ്റെ തകർക്കോ വേണമായിട്ടില്ല അത് ചെറിയ വിഷയമല്ല വലിയ കാര്യമായിട്ടിക്കടെ വലിയ തപ്പായിട്ടിക്കടെ അത്. അപ്പോൾ ഇങ്ങനത്തെ വിഷയം ഞങ്ങൾ ചുമ്മെന്താക്കണം ജാഗ്രത ആക്കണം ഷെയ്ത്താനായിട്ടിക്കടെ. നാലാമത്തേത് ചെറിയ ചെറിയ തപ്പുങ്ങ ഈ ചെറിയ ചെറിയ തപ്പുങ്ങമേ നിരന്തരമായിട്ട് അത് ഞങ്ങൾ എപ്പോഴും ആക്കുമ്പോഴത്തുകോ കണ്ടിന്യൂസ് ആയിട്ട് യാറെ ആക്കുമ്പോഴത്തുകോ അത് വലിയ തപ്പായിട്ട് മാറും. വലിയ തപ്പുടെ ശിക്ഷയായിട്ടിക്കടെ ഞങ്ങൾ കിട്ടത്. അതുകൊണ്ട് ഞങ്ങൾ ചുമ്മെന്താക്കണോ ജാഗ്രത ആക്കണോ. അഞ്ചാമത്തേത് പ്രതിഫലവുമില്ല ശിക്ഷയുമില്ലാത്ത ഹലാലായ വിഷയങ്ങൾ ഉണ്ടല്ലോ ഈ ഹലാലായ വിഷയത്തിൽ ഇങ്ങനെ ടൈം വേസ്റ്റ് ആക്കരുത്. ഇങ്ങനെ എന്തെങ്കിലും കണ്ടിട്ട് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ മുണ്ടിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡ് തിന്നിട്ട് ഇതെല്ലാം ഹലാലായിട്ടുള്ള വിഷയങ്ങളല്ലേ. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ ടൈം അല്ല കുറേ കാലം കഴിയുമ്പോഴത്തേക്കോ ഇങ്ങനെ ആയുസ് വെറുതായിട്ട് അല്ലാണ്ട് ഒരു ഹയർ ഒരു നല്ലതുപോലും അവൻ്റെ ലൈഫിൽ വന്നിട്ടില്ല. ഇത് ഷെയ്ത്താൻ്റെ ഒരു കുതന്ത്രമായിട്ടിക്കടെ. ആറാമത്തെ ഒരു വിഷയം ചൊല്ലത് അഫ്ളലായിട്ടുള്ള ചുമ്മ ശ്രേഷ്ഠമായിട്ടുള്ള ചില വിഷയങ്ങൾക്കിടെ. അപ്പോൾ ആ ചുമ്മ ശ്രേഷ്ഠമായിട്ടുള്ള ചുമ്മ പ്രതിഫലം കിടക്കിയ വിഷയത്തെ ഈ ചെറിയ ചെറിയ വിഷയത്തിൽ നല്ലത് പക്ഷേ ചെറിയ ചെറിയ വിഷയത്തിൽ എന്താക്കടെ ആ നല്ലത് ചുമ്മ ശ്രേഷ്ഠമായ ഇതിൽ തപ്പ്. ഫോർ എക്സാമ്പിൾ ചൊല്ലുകയാണെങ്കിൽ ഇപ്പം ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോഴത്തോ 27 പ്രതിഫലമായിട്ടിക്കടെ ചുമ്മ ശ്രേഷ്ഠത്തെ ജമാഅത്തുള്ളത്. അപ്പോൾ ജമാഅത്ത് പോവാത്ത പോലെ സിംഗിളായിട്ട് നിസ്കരിക്കുന്നുണ്ട് പക്ഷേ ആ ജമാഅത്തായിട്ട് ആ ഒരു അഫ്ളലായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള വിഷയത്തിൽ പോവാത്ത പോലെ അവൻ്റെ തടക്കിടെ എന്തെങ്കിലും കുതന്ത്രം ഉണ്ടാക്കടെ അല്ലെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ ദിക്ർ ചൊല്ലുടെ അല്ലെങ്കിൽ സ്വലാത്ത് ചൊന്നിട്ടു ആ ഒരു ജമാഅത്ത് ആയിട്ട് അല്ലെങ്കിൽ ആ ഫസ്റ്റ് വഖത്തിൽ നിസ്കരിക്കുന്ന ആ നിസ്കാര സമയത്തിൽ വേറെ എന്തെങ്കിലും ഒരു നന്മയ്ക്ക് എത്തുപാട്ടിട്ട് ചെറിയ വിഷയത്തിൽ നല്ലത് പക്ഷേ ചെറിയ വിഷയമായിട്ടിക്കടത് അതൊക്കെ എത്തുപാട്ടിട്ട് ആ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള കാര്യത്തിനെ നഷ്ടപ്പെടുത്താൻ എനിക്ക് അതൊരു ഷെയ്ത്താൻ്റെ കുതന്ത്രമായിട്ട് മഹാന്മാർ ഞങ്ങൾക്ക് പഠിക്കും. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ചുമ്മ ജാഗ്രത ആക്കണമായ എനിക്കത്തെ വിഷയമാണ്. അപ്പോൾ ഇതിലൂടെയായിട്ട് ലൈഫിലാണ് ഞങ്ങളെ കടന്നു പണ്ടത്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ജാഗ്രത ആക്കിയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് ഉണ്ടെങ്കിൽ ഞങ്ങളെ ലൈഫ് ഞങ്ങളെ കുടുംബം മാത്രമല്ല ഞങ്ങളെ ദുനിയാവും ആഖിറും എല്ലാമായിട്ട് ഇവിടെ രക്ഷപ്പെട്ടത്. അപ്പോൾ ഈ വിഷയമല്ല ഞങ്ങൾ ചുമ്മെന്താക്കണം ജാഗ്രത ആക്കണം. ഷെയ്ത്താൻ ഞങ്ങളെ വലിയ ശത്രുവായിട്ട് ഇവിടെ എങ്ങനെങ്കിലും ഞങ്ങളെ തെറുത്തപ്പാണ് ചൊല്ലി എനിക്കത്തെ ഒരേ നീയത്തായിട്ട് ഇവിടെ അവന് ഉള്ളത്. അതുകൊണ്ട് ആ ഷെയ്ത്താൻ്റെ ഷർറിൽ നിന്ന് പഠിച്ചു ഞങ്ങളെ സലാമത്താക്കി തരട്ടെ. ഞങ്ങളെ ഈമാൻ അല്ലാഹു സലാമത്താക്കി തരുമാറാകട്ടെ. അപ്പോൾ ഈ വിഷയമെല്ലാം നല്ലോണം എന്താക്കുക ജാഗ്രത ആക്കുക. അതേപോലെ ഞങ്ങളെ നെക്സ്റ്റത്തെ ഉംറ ബാച്ച് ജൂൺ 25 ഇവിടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആരെങ്കിലും ബണ്ടാണെങ്കിൽ ഞങ്ങളെ ഈ ഒരു നമ്പറൊക്കെ നിങ്ങൾ കോൺടാക്റ്റ് അവർ പഠിച്ചു നിങ്ങൾക്ക് ഹജ്ജും ഉംറയും മദീന സിയാറത്തൊക്കെ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.